ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ദേശീയം ആൻഡ് അന്തർദേശീയം. ടെസ്ല, സ്പേസ് എക്സ് എന്നീ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമയായ ഇലോൺ മസ്ക് ലോകത്തിലെ ആദ്യ ഡോളർ ട്രില്യണറായി മാറി. അതായത് 1,00,000 കോടി ഡോളർ സമ്പാദ്യമുള്ള വ്യക്തിയായിട്ട് മാറി. ടെസ്ല, സ്പേസ് എക്സ് എന്നീ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമയായ ഇലോൺ മസ്ക് ലോകത്തിലെ ആദ്യ ഡോളർ ട്രില്യണർ, അതായത് 1,00,000 കോടി ഡോളർ സമ്പാദ്യമുള്ള വ്യക്തിയായിട്ട് മാറി. ഇവിടെ ഓർത്തു വയ്ക്കുക, ടെസ്ല, സ്പേസ് എക്സ് എന്നീ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമയാരാണ്? അത് ഇലോൺ മസ്ക് ആണ്. അത് പീസ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ടെസ്ല, സ്പേസ് എക്സ് എന്നീ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ഉടമയാരാണെന്ന്. അത് ഇലോൺ മസ്ക് ആണ്. ഈ ഇലോൺ മസ്ക് ആണ് ലോകത്തിലെ ആദ്യ ഡോളർ ട്രില്യണർ, അതായത് 1,00,000 കോടി ഡോളർ സമ്പാദ്യമുള്ള വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, അടുത്തിടെ തങ്ങളുടെ സ്വാതന്ത്ര്യലബ്ധിയുടെ 250-ാം വാർഷികം ആഘോഷിച്ച രാജ്യം അമേരിക്കയാണ്. അടുത്തിടെ തങ്ങളുടെ സ്വാതന്ത്ര്യലബ്ധിയുടെ 250-ാം വാർഷികം ആഘോഷിച്ച രാജ്യം അമേരിക്കയാണ് കേട്ടോ. അപ്പോൾ PSC ഇങ്ങനെ ചോദിക്കാം, അടുത്തിടെ സ്വാതന്ത്ര്യലബ്ധിയുടെ 250-ാം വാർഷികം ആഘോഷിച്ച രാജ്യം ഏതാണെന്ന്. ഏതാണ്? അമേരിക്ക. ഓസ്ട്രേലിയയിലെ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് IEP പുറത്തുവിട്ട 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യ 127-ാം സ്ഥാനം നേടി. ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഐസ്ലൻഡാണ്. ഓസ്ട്രേലിയയിലെ സിഡ്നി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് ആൻഡ് പീസ് പുറത്തുവിട്ട 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യ 127-ാം സ്ഥാനം നേടി. ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഐസ്ലൻഡാണ്. ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ PSC എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന്. എത്രയാണ്? 127-ാം സ്ഥാനം കേട്ടോ. 2026 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127ആണ്. 2026 ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനത്ത് ഐസ്ലൻഡാണ് കേട്ടോ. 2026 ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനത്ത് ഐസ്ലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 127ആണ്. വേൾഡ് എക്കണോമിക് ഫോറം WEF പ്രസിദ്ധീകരിച്ച 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 70-ാം സ്ഥാനമാണ് ലഭിച്ചത്. സ്വീഡനാണ് ഈ സൂചികയിൽ 1-ാമത് നിൽക്കുന്നത്. വേൾഡ് എക്കണോമിക് ഫോറം, അതായത് WEF പ്രസിദ്ധീകരിച്ച 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യക്ക് 70-ാം സ്ഥാനമാണ് ലഭിച്ചത്. സ്വീഡനാണ് ഈ സൂചികയിൽ 1-ാമത് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, PSCയുടെ ചോദ്യം ഇങ്ങനെയായിരിക്കും. വേൾഡ് എക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന്. എത്രയാണ്? 70. അതുപോലെ 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1-ാമത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന്. ഏതാണ്? സ്വീഡനാണ്. ഓക്കെ, പ്രധാന നിയമനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്തിനെ നിയമിച്ചു. അപ്പോൾ ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത്. ഓക്കെ, കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ബിശ്വനാഥ് സിൻഹയാണ്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ബിശ്വനാഥ് സിൻഹയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ബിശ്വനാഥ് സിൻഹ. ലോകബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് നീൽകാന്ത് മിശ്രയാണ്. ലോകബാങ്കിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് നീൽകാന്ത് മിശ്രയാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാൻ പദവിയിലേക്ക് ഡോക്ടർ സൈബൽ ചതോപാധ്യായ നിയമിതനായി. ഇത് PSC ഒരു പരീക്ഷ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന്.
അപ്പോൾ ആരാണ് ഇപ്പം നിലവിൽ? സൈബൽ ചതോപാധ്യായ. നാഷണൽ സ്റ്റാറ്റിക്കൽ കമ്മീഷൻ ചെയർമാൻ പദവിയിലേക്ക് ഡോക്ടർ സൈബൽ ചതോപാധ്യായ നിയമിതനായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി ജെറോമിക് ജോർജ് ചുമതലയേറ്റു. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമൊക്കെ ഭയങ്കര ടി വിയിലൊക്കെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണേ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം പഠിച്ചോണം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് ജെറോമിക് ജോർജ് ചുമതലയേറ്റു. ജെറോമിക് ജോർജ് വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് ജെറോമിക് ജോർജ് ചുമതലയേറ്റു. ഓറിയന്റൽ റിപ്പബ്ലിക് ഓഫ് യുറുഗ്വായിലെ പുതിയ ഇന്ത്യൻ സ്ഥാനാപതിയായി ഡോക്ടർ ബിനോയ് ജോർജ് നിയമിതനായി. ഓറിയന്റൽ റിപ്പബ്ലിക് ഓഫ് ഉറുഗ്വയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനാധിപതിയായി ഡോക്ടർ ബിനോയ് ജോർജ് നിയമിതനായി. നിയമനങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും അതിൽ നിന്നുള്ള ഒരു ചോദ്യം മിക്കപ്പോഴും എല്ലാ പരീക്ഷകളിലും ഉള്ളതാണേ. പുതിയ പുതിയ നിയമനങ്ങൾ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും മറക്കരുതാത്തത്, കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആണേ. അതെന്തായാലും മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് വിശ്വനാഥ് സിൻഹയാണ്. അടുത്തത് വിവിധ സർക്കാർ പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണേ. ഇപ്പോൾ പുതുതായിട്ട് നിലവിൽ വന്ന പദ്ധതികളാണ് കേട്ടോ. ആദ്യത്തേത് പ്രിയദർശിനി പദ്ധതി. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. എന്താണ് പ്രിയദർശിനി പദ്ധതി? സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. മറക്കരുത്, ഈ ചോദ്യം മിക്കവാറും പ്രതീക്ഷിക്കാം. കാരണം ഇപ്പം ടി വിയിലൊക്കെ ആണെങ്കിലും ന്യൂസിലാണെങ്കിലും അല്ലാതെയും പ്രിയദർശിനി പദ്ധതി ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലേ. എന്താണ് പ്രിയദർശിനി പദ്ധതി? സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. കായകൽപ്പം. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കേട്ടോ കായകൽപ്പം. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം. രാഹ്വീർ പദ്ധതി. റോഡപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരായ ആളുകളെ ആദരിക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയാണ് രാഹ്വീർ പദ്ധതി. എന്താണ്? റോഡപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരായ ആളുകളെ ആദരിക്കാൻ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതി. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർഗാർട്ടൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർഗാർട്ടൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. ഇനി പുരസ്കാരങ്ങൾ. ഈ വർഷത്തെ പി കേശവദേവ് പുരസ്കാരത്തിന് അർഹരായത് സുരേഷ് ചന്ദ്രൻ, ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ എന്നിവരാണ്. ഈ വർഷത്തെ പി കേശവദേവ് പുരസ്കാരത്തിന് അർഹരായത് സുരേഷ് ചന്ദ്രൻ, ഡോക്ടർ തങ്കം സുബ്രഹ്മണ്യൻ എന്നിവരാണ്. പ്രശസ്ത എഴുത്തുകാരൻ KP രാമനുണ്ണിക്ക് പുതൂർ പുരസ്കാരം ലഭിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ KP രാമനുണ്ണിക്ക് പുതൂർ പുരസ്കാരം ലഭിച്ചു. സാഹിത്യ നിരൂപകനായ ഡോക്ടർ KS രവികുമാറിന് മാധവമുദ്ര പുരസ്കാരം ലഭിച്ചു. സാഹിത്യ നിരൂപകനായ KS രവികുമാറിന് മാധവമുദ്ര പുരസ്കാരം ലഭിച്ചു. പുതിയ പുസ്തകങ്ങൾ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ പുസ്തകങ്ങളും അതിൻ്റെ രചയിതാക്കളും ആരാണെന്ന് നോക്കാം. ദ സെക്കൻഡ് ഓർബിറ്റ്. ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ കഥ പറയുന്ന അദ്ദേഹം തന്നെ രചിച്ച പുസ്തകമാണിത്. ദ സെക്കൻഡ് ഓർബിറ്റ്. ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ കഥ പറയുന്ന
അദ്ദേഹം തന്നെ രചിച്ച പുസ്തകമാണ്. ഓർത്ത് വയ്ക്കുക, ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണ്? ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയാണ്. അപ്പം ശുഭാംശു ശുക്ലയുടെ കഥ പറയുന്ന അദ്ദേഹം തന്നെ രചിച്ച പുസ്തകമാണ് ദ സെക്കൻഡ് ഓർബിറ്റ്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണേ, മറന്നു പോരുത് കേട്ടോ. ജോർജിയാസ് വിഷൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി രചിച്ച പുസ്തകമാണിത്. ജോർജിയാസ് വിഷൻ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി രചിച്ച പുസ്തകമാണിത്. ഇറ്റലിയുടെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ഈ ജോർജിയ മെലോനി കേട്ടോ, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. ഇറ്റലിയിലെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോനി. അവർ രചിച്ച പുസ്തകമാണ് ജോർജിയാസ് വിഷൻ. ഇനി അടുത്തത് ശാസ്ത്രവും പ്രതിരോധവും നോക്കാം. ശത്രു മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ മധ്യദൂര ക്വാസി അന്തരീക്ഷ ഇൻ്റർസെപ്റ്ററിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഇന്ത്യയാണ്. ശത്രു മിസൈലുകൾ തകർക്കാൻ ശേഷിയുള്ള ബഹുതല ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിൻ്റെ മധ്യദൂര ക്വാസി അന്തരീക്ഷ ഇൻ്റർസെപ്റ്റിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഇന്ത്യയാണ്. ഇനി കായിക ലോകത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാവേ. പുതിയ വാർത്തകൾ. ഓക്കെ, ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന വനിതാ ഹോക്കി നേഷൻ കപ്പ് ടൂർണമെൻറ്റിൽ ഇന്ത്യൻ വനിതാ ടീം ജേതാക്കളായി കേട്ടോ. ന്യൂസിലാൻഡിൽ വെച്ച് നടന്ന വനിതാ ഹോക്കി നേഷൻ കപ്പ് ടൂർണമെൻറ്റിൽ ഇന്ത്യൻ വനിതാ ടീം ജേതാക്കളായി. 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരമെന്ന റെക്കോർഡ് പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കി. 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരമെന്ന റെക്കോർഡ് പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കി. ഫുട്ബോൾ ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ 19 ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് അർജന്റീന നായകൻ ലയണൽ മെസ്സി സ്വന്തമാക്കി. ഫുട്ബോൾ ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ 19 ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് അർജന്റീനിയൻ നായകൻ ലയണൽ മെസ്സി സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രമുഖ താരം ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കെയ്ൻ വില്യംസണാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച പ്രമുഖ താരം ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കെയ്ൻ വില്യംസണാണ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ വെറും 11 പന്തിൽ നിന്ന് അതിവേഗ അർദ്ധ സെഞ്ചുറി നേടി റെക്കോർഡിട്ട ഇന്ത്യൻ ബാറ്ററാണ് വൈഭവ് സൂര്യവംശി. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ വെറും 11 പന്തിൽ നിന്ന് അതിവേഗ അർദ്ധ സെഞ്ചുറി നേടി റെക്കോർഡിട്ട ഇന്ത്യൻ ബാറ്ററാണ് വൈഭവ് സൂര്യവംശി. ഇനി ലാസ്റ്റ് ചരമം അന്തരിച്ചവരാരൊക്കെയാണെന്ന് നോക്കാവേ. പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തും സംഗീത സംവിധായകനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. പ്രശസ്ത നടനും സംവിധായകനും തിരക്കഥാകൃത്തും സംഗീത സംവിധായകനുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.